ആണുങ്ങളുടെ ഒരു ടോട്ടൽ ലൈഫ് എടുക്കുമ്പോഴേ നമുക്ക് കുറച്ച് കൂട്ടുകാർ ആ തുടക്കത്തിൽ കുറേ ആളുകളുണ്ടാവും. പിന്നെ കുറച്ച് നമ്മുടെ ഏജ് അനുസരിച്ചും പ്രായം അനുസരിച്ചൊക്കെ ഇത് മാറി മാറി വരുമ്പോഴേക്കും കുറച്ച് പേര് നമ്മളെ വിട്ടുപോകും, കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഏജൊക്കെ ഇല്ല, നമ്മളുടെയൊക്കെ ഒരു 30 കഴിഞ്ഞൊരു ഏജ് എന്ന് പറയുന്ന ആ ഏജിലേക്ക് എത്തുമ്പോഴേക്കും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അവരെ അങ്ങോട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആത്മാർത്ഥമുള്ളവരാണ്. പല കാരണങ്ങൾ കൊണ്ട് വന്നു ചേർന്നു, നമ്മളിലുള്ള കാരണങ്ങൾ കൊണ്ട് വന്നു ചേർന്നവര് നമ്മളിൽ നിന്ന് ആ കാരണം പോകുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേക്ക. ഇപ്പൊ അത്രയും കൂട്ടുകാരുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഇപ്പൊ പക്ഷെ ഞാൻ കുറെ ഒതുങ്ങിപ്പോയി. അതാണ്, അത്രയും വലിപ്പമായിരുന്നു നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ. ഇപ്പൊ ബിബിന്റെ ഒക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ആ കൂട്ടുകെട്ടുകൾ പലതും കാണാറില്ല. അല്ലെങ്കിൽ ബിബിനെ ആഘോഷമാക്കുന്ന കൂട്ടുകെട്ടുകളുണ്ട്. അത് തന്നെയാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക്. ഇപ്പൊ അത് ആ കൂട്ടുകെട്ടുകൾ വരുന്നില്ല. അവരുടെ കാരണം കൊണ്ടാകാം. അതെ, അല്ല എന്റെ കാരണം കൊണ്ടാകാം. ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, പ്രത്യേകിച്ച് നമ്മൾ കോമഡി എപ്പോഴും കൗണ്ടർ പറയുകയും തമാശ പറയാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കോമഡിക്ക് അങ്ങനെയും പ്രശ്നമുണ്ട്. നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ ഹേർട്ട് ആവാം, ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. നമ്മൾ ആ തമാശ പറയുകയും അത് ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയെന്ന് കൂട്ടിക്കോ. അങ്ങനെയല്ല, നമ്മളെ വേറെ ആളെ ബ്ലെയിം ചെയ്യാൻ എന്തിനാ? എന്റെ പ്രശ്നം കൊണ്ട് തന്നെ പോയതാന്ന് വിചാരിക്കും.